പ്രിയപ്പെട്ടവരെ, നമസ്കാരം. സൗഹൃദങ്ങൾ എപ്പോഴും നമുക്ക് തണലാണ്. നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളോടൊപ്പം ചേർന്ന് നിന്ന നമ്മുടെ ശിശിരത്തിലും, നമ്മുടെ കൗമാരത്തിലും, നമ്മുടെ യൗവനത്തിലും, നമ്മുടെ വ്യസനങ്ങളിലും, നമ്മുടെ വ്യഥകളിലും, അതുപോലെ സങ്കടങ്ങളിലും, സന്തോഷങ്ങളിലും, നമ്മുടെ എല്ലാ നല്ല നിമിഷങ്ങളിലും നമ്മോടൊപ്പം നിൽക്കുന്ന ഒരു സുഹൃത്ത് എല്ലാവർക്കും ഉണ്ടായിരിക്കും. വെറുമൊരു സുഹൃത്ത് മാത്രമല്ല കേട്ടോ, ആത്മമിത്രം കൂടിയാണ് അദ്ദേഹം. സുഗന്ധം പരത്തുന്ന, വാസനകൾ സമ്മാനിക്കുന്ന, നമ്മുടെ കണ്ണീരൊപ്പുന്ന, പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിർത്തുന്ന, നമ്മെ ഒരു ഫോൺ വിളി കൊണ്ട് അത്ഭുതപ്പെടുത്തുന്ന, അത്ഭുതങ്ങൾ തീർക്കാൻ കഴിയുന്ന ഒരു മായാജാലമാണ് സുഹൃത്ത് ബന്ധങ്ങൾ എന്ന് പറയുന്നത്. ഏതൊരു സുഹൃത്തിനും ഒരുപാട് ഇന്നലകളുടെ, ബാല്യങ്ങളുടെ, അതുപോലെ തന്നെ പഠനകാലത്തെ നമ്മുടെ എല്ലാ ചിന്തകളെയും നർമ്മങ്ങളെയും ഉണർത്തുന്ന പലവിധ കഥകളും പറയാനുണ്ടാകും. ആ കഥകളിലൂടെയാണ് നാമൊക്കെ രൂപപ്പെട്ടത്. ആ ചിന്തകളിലൂടെയാണ് നാമൊക്കെ പിച്ചവെച്ചത്. അങ്ങനെയുള്ള നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വാതന്ത്ര്യത്തോടു കൂടി മറ്റാരോടും, ഭാര്യയോടോ മാതാവിനോടോ പിതാവിനോടോ പറയാൻ പറ്റാത്ത കാര്യങ്ങൾ പോലും ഷെയർ ചെയ്യാൻ കഴിയുന്ന ഒരു വിഭാഗമാണ് കൂട്ടുകാരെന്ന് പറയുന്നത്. സുഹൃത്ത് ബന്ധങ്ങൾ എപ്പോഴും മധുരമുള്ളതാണ്. മധുരമുള്ള ഓർമ്മകൾ പകർന്നു നൽകാൻ കഴിയുന്ന പ്രതിഭാസമാണ്. നമ്മെ തൊട്ടറിഞ്ഞു നിൽക്കുന്ന, നമ്മോടൊപ്പം നടക്കുന്ന, നമ്മുടെ നിഴലിനേക്കാൾ ചേർന്ന് നിൽക്കുന്നവരാണവർ. നമ്മെ ചേർത്ത് പിടിക്കുന്നവരാണവർ. പ്രതിസന്ധിയിലും നമ്മുടെ എല്ലാ സ്വരവ്യത്യാസങ്ങളിലും നമ്മോടൊപ്പം കരുത്തായി നിൽക്കുന്നവരാണവർ. സ്നേഹം പരക്കട്ടെ, അതുപോലെ സ്നേഹത്തിൻ്റെ ആലകളിലേക്ക് സൗഹൃദങ്ങൾ പകരപ്പെടട്ടെ. ഈ കെട്ടകാലത്ത് അതിർത്തിക്കെട്ടുകളില്ലാത്ത സ്നേഹം പകരുന്നവയാണ് നല്ല സൗഹൃദങ്ങൾ. ചേർത്ത് നിർത്തപ്പെടേണ്ടതാണ്. ചേർന്ന് നിൽക്കുന്നിടത്തോളം സുഗന്ധം പോലെ വാസന പരക്കുന്നതാണ്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളെ ചേർത്ത് നിർത്താൻ ഒരാളുണ്ടെങ്കിൽ, നമ്മെ കേൾക്കാൻ ഒരാളുണ്ടെങ്കിൽ, ഈ ലോകത്ത് അതിനേക്കാൾ മറ്റൊന്നും നമുക്ക് കിട്ടാനില്ല. പകരം കിട്ടാത്ത സ്നേഹം കൊണ്ട് ഒരിക്കലും അളക്കപ്പെടാൻ കഴിയാത്ത സമുദ്രം പോലെ നമുക്ക് മുന്നിൽ നിറഞ്ഞു നിൽക്കുന്ന നല്ല സൗഹൃദങ്ങൾ ഉണ്ടാകട്ടെ. സൗഹൃദങ്ങളെന്നും പകർത്തപ്പെടാനും പകരപ്പെടാനുമുള്ളതാകട്ടെ. തിന്മകളും അരാജകത്വവും തിരക്കുകളും വേളിക്കുന്ന ഇക്കാലത്ത് നന്മകളുടെ കഥ പറയാൻ, ചേർത്ത് നിർത്തലിന്റെ കഥ പറയാൻ, സൗഹൃദത്തിന്റെ ചില്ലകൾ പൂത്ത് തണലേകുന്ന പടുവൃക്ഷങ്ങളായി മാറാൻ നമുക്കോരോരുത്തർക്കും നമ്മുടെ സൗഹൃദ വലയങ്ങളെ നന്മയുടെ പൂങ്കാവനങ്ങളാക്കി മാറ്റാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിടാം.